ഹലോ, രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ കേട്ടോ, അടിപൊളി മഴ. ഈ മഴയാണെങ്കിൽ രാത്രിയും രാവിലെ മാത്രം പെയ്യുവാന്നേ. ഇങ്ങനെ രാവിലെ പെയ്യുമ്പോൾ നമുക്ക് എണീക്കാനേ തോന്നത്തില്ല. രാവിലെ നേരത്തെ എണീക്കാതെ വഴിയില്ല, കാരണം അതിന് സ്കൂളിൽ പോകണമല്ലോ. ഇന്നാണെങ്കിൽ അതൊരു സ്കൂളിൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് തന്നു പറഞ്ഞാൽ അമ്മയെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. ഞാൻ ലഞ്ച് ആക്കുന്ന ടൈമിൽ ആശാമെല്ലാം ഹോംവർക്ക് എഴുതും കേട്ടോ. ഇന്നലെ എഴുതേണ്ടതാണ്, ആൾ എഴുതിയിട്ടില്ല. അപ്പോൾ ശ്രീകൂട്ട് നല്ല ഉറക്കാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടിച്ച് തുടക്കാനായിട്ട് പോയപ്പോഴത്തേനും എൻ്റെ സൈറം മുഴങ്ങി കേട്ടോ. എണീറ്റത് അത്ര നല്ല മൂഡിലായിരുന്നില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കുറച്ചധികം പാടുപെട്ടിട്ടാണ് അവനൊന്ന് ഓക്കെ ആക്കിയിട്ട് വന്നേട്ടോ. വന്നവിടെ ബ്രഷ് ചെയ്യുന്നേ. ബ്രഷ് ചെയ്യാൻ നോക്കിയപ്പോഴും അവനക്ക് തനിയെ ചെയ്യണം. അവന് ഈ ഫുഡ് കഴിക്കലും ബ്രഷ് ചെയ്യലൊക്കെ തനിയെ ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷേ ബ്രഷ് ചെയ്യുമ്പോൾ എല്ലായിടത്തും എത്തില്ലേ എന്ന് വിചാരിച്ചിട്ടേ ഞാനിവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ആൾക്കത് അത്ര ഇഷ്ടമായില്ല. കരച്ചിലായി, ബഹളായി, ഒച്ചപ്പാടായി, പിന്നെ ഒന്നും പറയണ്ടല്ലോ. ഇന്നിപ്പോൾ കണ്ടിട്ട് നേരത്തെ പോയതുകൊണ്ടാട്ടോ എനിക്ക് ഇത്രയും പ്രയാസം, അല്ലെങ്കിൽ ഇത്ര പാട് എനിക്കില്ല. ഒരു സൈഡ് കൂടെ അതും റെഡി ആവുന്നുണ്ട് കേട്ടോ, അവന് പറ്റുന്ന പോലെയൊക്കെ. അത് സ്കൂളിൽ പോകുമ്പോൾ ടൈ കെട്ടാനും പിന്നെ അത്യാവശ്യം ബട്ടൺസ് ഇടുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോയാലും മാത്രമാട്ടോ എൻ്റെ അടുത്ത് വരുള്ളൂ. ബാക്കി ബ്രഷ് ചെയ്യലും കുളിക്കലും കഴിക്കലും ഒക്കെ അവൻ ചെയ്യും കേട്ടോ. കഴിക്കുമ്പോൾ ഞാൻ മിക്കവാറും വാരി കൊടുക്കാനായിട്ട് നോക്കും കേട്ടോ. രാവിലെ എണീറ്റ പാവം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ വാരി കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധം ശ്രീകുട്ടനെ ഭക്ഷണം കൊടുത്തു, അതിനെ സ്കൂളിൽ വിട്ടു, ശ്രീകുട്ടനെ കുളിപ്പിച്ച് ഉറക്കിയിട്ടോ. പിന്നീട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ, കാരണം അങ്ങനെ നനഞ്ഞായിരുന്നു അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ. പിന്നെ കർക്കിടക മാസമായതുകൊണ്ട് എൻ്റെ കുളി അലക്കൽ അടിച്ച് തുടക്കലൊക്കെ ഞാൻ മാക്സിമം നേരത്തെ ചെയ്യാനായിട്ട് നോക്കും കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച് ബെഡൊക്കെ വിരിച്ചു. ശ്രീകുട്ടൻ അവിടെ ഇവിടെയൊക്കെ ചെറിയ ടോയ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചു. പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ, അതും കഴുകി വെച്ചു. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി മഴയും വെയിലും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അലക്കി വിരിച്ച തുണികൾ ഉണങ്ങിയോ നോക്കല കേട്ടോ. മഴക്കാർ വരും ഞാൻ എടുത്ത് വെക്കും, വെയിൽ വരും ഞാൻ എടുത്ത് അയലിടും. അതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഇൻസ്റ്റയിൽ റീൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ റിംഗ്ലൈറ്റുള്ള ഹാളിലിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. ഇന്ന് കുറേ ബേബി ഹെയർസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ പുതിയൊക്കെ നന്നായി വളർന്നത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നേ. പിന്നെ ഈ ഇടയ്ക്കായിട്ടുള്ളൊരു ശീലം വരയ്ക്കാൻ ശ്രമിക്കല കേട്ടോ. കാരണം കുറേ ആയി വരച്ചിട്ട്, അതുകൊണ്ട് ആ ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷേ അതും ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടോ, എന്തായാലും വരയ്ക്കണം. ചെറുപ്പം എനിക്ക് വരയ്ക്കാനും ഡാൻസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭാഗ്യവശാൽ അത് രണ്ടും എനിക്ക് നടന്നില്ല, ഒന്നും പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ബുക്ക് പെൻസിലെടുത്തിരുന്നു കേട്ടോ. അതും പറ്റാറില്ല, എന്തോ പറ്റിയതാണ് കേട്ടോ. നല്ല കാറ്റായിരുന്നു പുറത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് തുണികളൊക്കെ വീണിട്ടുണ്ടോ എന്നൊന്ന് നോക്കാൻ പോയതാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ ആ കാറ്റ് കൊണ്ടിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചേ. ശ്രീകുട്ടൻ ഭയങ്കര അലമ്പായതുകൊണ്ട് ഈ വോയിസ് ഓവറൊക്കെ ഞാനൊരു 50 വട്ടം എടുത്തിട്ടോ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മഴ വരുമോ നോക്കിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചയായിരുന്നു സമയം. അതിന് രാവിലെ കോളിഫ്ലവർ വറുത്തത് കൊടുത്തയച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ചുണ്ടായിരുന്നത് വറുത്തെടുത്തു. ചോറ് കൂടി കഴിക്കാമല്ലോ വിചാരിച്ച് ഇരുന്നതേ ഓർമ്മയുള്ളൂ. 2 മണിയായിരുന്നു എനിക്ക് കിട്ടിയത്. ഒന്ന് ശ്രീകുട്ടൻ എണീറ്റു, 2 മഴ വന്നു. മഴ നന്നായി ചാറ്റിൽ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശ്രീകുട്ടനെ എടുത്തുകൊണ്ട് വേഗം തുണികളൊക്കെ പെറുക്കിയെടുത്ത് ഓടി വന്നേ. ഞാൻ എൻ്റെ കഴിക്കൽ മാറ്റി വെച്ചിട്ട് ശ്രീകുട്ടനെ കഴിക്കാൻ കൊടുക്കുക കേട്ടോ. പുറത്തിരുന്നിട്ടാണ് കഴിക്കാൻ കൊടുക്കുക. കാരണം അവന് കാർട്ടൂണൊക്കെ കണ്ട് TV കണ്ട് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം പുറത്ത് ഇങ്ങനെ വണ്ടികളും ബസ്സുകളും പിന്നെ ഈ നായ, പട്ടി, പൂച്ച, മയിലുണ്ടാവും നമ്മുടെ ഫ്രണ്ടിൽ എപ്പോഴും, അത് കാക്ക, അതൊക്കെ കണ്ട് കഴിക്കാനായിട്ടോ അവന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഫുഡെല്ലാം കൊടുത്ത് അവനെ കയ്യും മുഖമൊക്കെ കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് കുറച്ച് നേരം കാർട്ടൂൺ വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ ആ പ്ലേറ്റ് കഴുകും വരെയും പിന്നെ ഞാൻ കഴിക്കും വരെയും കാർട്ടൂൺ കാണും. എല്ലാ ദിവസം ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ, ചില ദിവസം മാത്രം ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പകുതി ഇങ്ങനെയൊക്കെ പോയിട്ടോ. ഇനിയിപ്പോൾ അത് വരണ വരെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും.